നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സീരീസ് അല്ലേ? GK ആൻഡ് കറണ്ട് അഫയേഴ്സ് മാതൃഭൂമി ഇയർ എൻഡറിന്റെ അടുത്ത ഒരു ക്ലാസ് ആണിത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്ലാസ് പഠിച്ചായിരുന്നു. അതിലെ ഫാക്റ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇന്ന് പഠിക്കുന്ന എന്തിനെ പറ്റിയാണ്? ബഹിരാകാശത്തെ റെക്കോർഡുകളാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അറബ് ലോകത്തെ ബഹിരാകാശ സഞ്ചാരി, അറബ് ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് ആര്? സുൽത്താൻ അൽ നെഹ്യാദി. ആരാണ്? സുൽത്താൻ അൽ നെഹ്യാദി. അറബ് ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നെഹ്യാദി. ഏത് രാജ്യം? UAE. UAEയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നെഹ്യാദി. അപ്പൊ എന്താണ് ചോദ്യം? അറബ് ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി, അറബ് ലോകത്ത് നിന്നെത്തി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നെഹ്യാദി. അടുത്ത ചോദ്യം എങ്ങനെയാണ്? UAEയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നെഹ്യാദി. രണ്ടും പഠിച്ചല്ലോ. അടുത്ത എന്താണ്? നമ്മുടെ നാസയുടെ മുതിർന്ന ശാസ്ത്രജ്ഞൻ സ്റ്റീവൻ ബോവനൊപ്പമാണ് സുൽത്താൻ അൽ നെഹ്യാദി ബഹിരാകാശ യാത്ര നടത്തിയത്. എത്ര മണിക്കൂറായിരുന്നു അവരുടെ നടത്തം? ബഹിരാകാശ യാത്ര നടത്തിയതിൽ ഇവർ കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്നു. എത്ര നേരമാണ്? 6 മണിക്കൂറാണ്. 6.5 മണിക്കൂറാണ് ബഹിരാകാശ നടത്തം നടത്തിയത്. ആരാണ്? സുൽത്താൻ അൽ നെഹ്യാദി. ആർക്കൊപ്പമാണ്? സ്റ്റീവൻ ബോവനൊപ്പം. ആർക്കാണ്? സ്റ്റീവൻ ബോവനൊപ്പം. ഓക്കെ അല്ലേ? അപ്പൊ UAEയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് ആര്? സുൽത്താൻ അൽ നെഹ്യാദി. അറബ് ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് ആര്? സുൽത്താൻ അൽ നെഹ്യാദി. സുൽത്താൻ അൽ നെഹ്യാദിയുടെ രാജ്യം ഏതാണ്? UAE ആണ്. ഓക്കെ അല്ലേ? അടുത്ത, അറബ് ലോകത്ത് നിന്ന് ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ വനിത ആരാണ്? സൗദി അറേബ്യയുടെ റയാന ബർനാവിക്ക്. ആരാണ്? റയാന ബർനാവിക്ക്. എന്താണ് പ്രത്യേകത? അറബ് ലോകത്ത് നിന്ന് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ വനിത ആരാണ്? റയാന ബർനാവിക്ക്. ഏതാണ് രാജ്യം? സൗദി അറേബ്യ. അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? അറബ് ലോകത്തെ ബഹിരാകാശ യാത്ര നടത്തിയ അല്ലെങ്കിൽ ബഹിരാകാശ നടത്തം നടത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? സുൽത്താൻ അൽ നെഹ്യാദി. രാജ്യം UAE. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞത്? UAEയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നെഹ്യാദി. അടുത്ത എന്താണ്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ അറബ് വനിത ആരാണ്? റയാന ബർനാവിക്ക്. രാജ്യം ഏതാണ്? സൗദി അറേബ്യ. പഠിച്ചല്ലോ. അടുത്ത എന്താണ്? ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. ആരാണ്? നമ്മുടെ റയാന ബർനാവിക്ക്. അപ്പൊ എവിടെ നിന്നാണ്? കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. അടുത്ത എന്താണ്? ആക്സിയം സ്പേസ് 2. ഏതാണ്? ആക്സിയം സ്പേസ് 2 മിഷനിലാണ് ഇവര് പങ്കെടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും ഭാഗം പഠിച്ചല്ലോ. ഇനി അടുത്ത എന്താണ്? ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യ പാകിസ്ഥാനി വനിത ആര്? ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യത്തെ പാകിസ്ഥാനി വനിത ആരാണ്? നമിറ സലിം. നമിറ സലിം പാകിസ്ഥാനി വനിതയാണ്. ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യത്തെ പാകിസ്ഥാനി വനിത ആരാണ്? നമിറ സലിം. അടുത്ത, ദുബായിൽ താമസിക്കുന്ന നമിറ അമേരിക്കയുടെ വെർജിൻ ഗാലക്റ്റിക് ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ബഹിരാകാശ യാത്ര നടത്തിയത്. ആരുടെയാണ്? അമേരിക്കയുടെ വെർജിൻ ഗാലക്റ്റിക് ദൗത്യം. അതിന്റെ ഭാഗമായിട്ടാണ് ബഹിരാകാശ യാത്ര നടത്തിയത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബഹിരാകാശത്തേക്ക് പോയ ആദ്യ അറബ് വ്യക്തി ആരാണ്? സുൽത്താൻ അൽ നെഹ്യാദി. ഓക്കെ അല്ലേ? ആദ്യത്തെ വനിത ആരാണ്? ആദ്യത്തെ അറബ് വനിത നമ്മൾ പഠിച്ചു. ആരാണ്? റയാന ബർനാവിക്ക്. ഏത് രാജ്യം? സൗദി അറേബ്യ. അടുത്ത, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ പാകിസ്ഥാനി വനിത ആരാണ്? നമിറ സലിം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.